വ്യത്യസ്ത അഭിപ്രായമൊന്നും ഇല്ലാതാണ് എന്റെ. വഖഫ് ഭൂമിയാണോ അല്ലാന്നോ എന്താണ് ലീഗിന്റെ നിലപാട്? നമുക്ക് അതിനിപ്പോ ഒരു കുറെ ദിവസമായല്ലോ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനിയിപ്പോ അതിപ്പോ ഗവൺമെന്റ് പിന്നെ കമ്മീഷണർ വെച്ചിരിക്കുകയാണല്ലോ, ഇനി അതൊക്കെ വരട്ടെ എന്നിട്ട് പറയാം. നിങ്ങളെ എത്ര ദിവസം നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരണം. ഇങ്ങനെ കോൺട്രവേഴ്സിക്ക് ഒരു വിഷയമില്ലെങ്കിൽ ഉടനെ ഇത് ചോദിക്കും. ഇപ്പൊ ഇത് മറുപടി അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം വ്യക്തമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സമന്വയം ഉണ്ടാക്കി ആ പ്രശ്നം പരിഹരിക്കണം, അതിന് സർക്കാർ മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് അപ്രോപ്രിയേറ്റ് ടൈമിൽ ഇനി അത് സംബന്ധിച്ച് ഒരു ചർച്ച ഉണ്ടാകുമ്പോഴേ പറയേണ്ടതുള്ളൂ. അനുദിനം പത്രക്കാർ ഈ സമയം ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. അത് ഞങ്ങളെ അല്ല, ഞാൻ പറയാം, ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു പ്രമേയം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ വ്യക്തമായ പ്രമേയം വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതിൻ്റെ അപ്പുറം ആ വിഷയത്തെ വെച്ച് സമൂഹത്തിൽ സിദ്ധത ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സിക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. കുടിയൊഴിപ്പിക്കാൻ പാടില്ല, കുടിയൊഴിപ്പിക്കാതിരിക്കാനുള്ള പിന്നെ കാര്യങ്ങൾ നിയമപരമായും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യൽ, വസ്തുതപരം നോക്കി ചെയ്യൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ്. അതിന് സാധിക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ അതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞാണ്, അത് ക്ലിയറായിട്ട് പറഞ്ഞതാണ്. അതിനെ സംബന്ധിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംഘടനകളൊക്കെ വിളിച്ചു കൂട്ടി ഒരു തീരുമാനമെടുക്കുകയും അതനുസരിച്ച് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും അതനുസരിച്ച് ബന്ധപ്പെട്ട ബിഷപ്പ് ഹൗസിലൊക്കെ ചെന്ന് ചർച്ച നടത്തുകയും ഒരു സമന്വയം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ. നമ്മൾ സമൂഹത്തിലധികം ഇത് ചർച്ച ചെയ്ത് ചിത്രത ഇനി ഉണ്ടാക്കണ്ട. അതാണ് ആ പ്രമേയത്തിന്റെ സ്പിരിറ്റ്. വേറെ എന്തേലും ചോദിക്കേണ്ടി ചോദിക്കും. ഇല്ല, അത് സംബന്ധിച്ച് ഇനി കൂടുതൽ മറുപടി ഇല്ല. മറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിലുണ്ടല്ലോ മലയാളത്തിൽ നമ്മൾ നല്ല അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, വായിച്ചാൽ മനസ്സിലാ പോലെ. പാർട്ടി ഓഫീസുകൾക്ക് മുന്നിൽ ബോർഡുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് കൊച്ചിയിലുണ്ട്, ഇന്നലെ മറുപടി ചോദ്യത്തിനും പ്രസക്തിയില്ല, മറുപടിയോട്ട് അർഹിക്കുന്നുമില്ല. അത്